നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ട്രാഫിക് നിയമം ലംഘിച്ചാൽ കനത്ത പിഴ ഈടാക്കുന്ന ഗൾഫ് രാഷ്ട്രമാണ് UAE. നിഷ്കർഷിച്ചിരിക്കുന്ന വേഗപരിധിയിൽ കൂടുതൽ ആയാലും പിഴ ഒടുക്കേണ്ടി വരും. അതിനാൽ പ്രവാസികളെല്ലാം തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് വാഹനം ഓടിക്കുന്നത്. അല്ലെങ്കിൽ പെറ്റ് വീട്ടിൽ വരുമെന്ന കാര്യം ഉറപ്പു തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ദുബായ് ഹത്ത റോഡിലെ വേഗപരിധി മണിക്കൂറിൽ 100 കിലോമീറ്ററിൽ നിന്ന് 80 കിലോമീറ്ററായി കുറച്ചതായി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി RTA അറിയിച്ചിരിക്കുകയാണ്. ദുബായ്, അജ്മാൻ, അൽ ഹുസൈൻ റൗണ്ട് എബൌട്ട് എന്നിവയ്ക്കിടയിലുള്ള സെക്ടറിലെ വേഗപരിധിയാണ് കുറച്ചത്. ദുബായിലെ സുപ്രധാന റോഡുകളിലെ വേഗപരിധി RTA നിരന്തരമായി അവലോകനം ചെയ്യാറുണ്ടെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യാനുസരണമുള്ള മാറ്റങ്ങൾ വരുത്തുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏകദേശം 6 കിലോമീറ്റർ ദൂരത്തിലാണ് നിലവിലെ മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗത എന്ന് കാണിക്കുന്ന നിലവിലുള്ള വേഗപരിധി ബോർഡുകൾ 80 കിലോമീറ്റർ പെർ ഹവർ എന്നാക്കി മാറ്റിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. സ്പീഡ് റിഡക്ഷൻ സോണിന്റെ തുടക്കത്തിൽ ഡ്രൈവർമാർക്ക് ട്രാഫിക് സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിന് ചുവന്ന ലൈനുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. RTAയും ദുബായ് പോലീസ് ആസ്ഥാനവും തമ്മിലുള്ള ഏകോപനത്തിലൂടെയാണ് വേഗത കുറച്ചതെന്നും അധികൃതർ വ്യക്തമാക്കി. ഹത്ത മാസ്റ്റർ ഡെവലപ്മെന്റ് പ്ലാൻ പരിഗണിച്ചു നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്. ദുബായ് ഹത്ത റോഡ് മെച്ചപ്പെടുത്തുന്നതിന്റെ സാധ്യതകൾ, റോഡിലെ ഭാവിയിലെ ട്രാഫിക് വ്യാപ്തിയെക്കുറിച്ചുള്ള വിലയിരുത്തൽ എന്നിവയുമായി ബന്ധപ്പെട്ടതായിരുന്നു പഠനം. സ്പീഡ് ലിമിറ്റ് സോൺ ഏകദേശം 6 കിലോമീറ്റർ ആണെന്ന് RTA അറിയിച്ചു. ദുബായിലെ റോഡുകളിലെ ഒരു പതിവ് രീതി അനുസരിച്ച് സോണിന്റെ തുടക്കത്തിൽ ചുവന്ന വരകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടെന്നും ഡ്രൈവർമാർ ജാഗ്രത പാലിക്കണമെന്നും RTA അറിയിച്ചു. അതുപോലെ ദുബായിൽ എല്ലാ ടാക്സികളുടെയും നിരക്ക് കുറയ്ക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. പെട്രോൾ വില കുറഞ്ഞതും നിരക്കിളവിന് കാരണമായിട്ടുണ്ട്. പ്രഖ്യാപിച്ച നിരക്ക് ഇളവിൽ എല്ലാത്തരം ടാക്സികളും, ലിമോസിനുകളും, എയർപോർട്ട് ടാക്സികളും മറ്റുള്ളവയും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ദുബായ് പബ്ലിക് ട്രാൻസ്പോർട്ട് ഏജൻസിയിലെ പ്ലാനിംഗ് ആൻഡ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ വകുപ്പ് ഡയറക്ടർ ആദിൽ ഷാക്കിരി പറഞ്ഞു. പെട്രോൾ വിലയിൽ ഈ വർഷം ആദ്യമുണ്ടായ കുറവിന് ആനുപാതികമായാണ് ടാക്സി നിരക്ക് കുറച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. പുതുക്കിയ ടാക്സി നിരക്ക് പ്രകാരം ടാക്സി വാഹനങ്ങളുടെ നിരക്ക് കിലോമീറ്ററിന് 2.19 ദിർഹമിന് പകരം 1.97 ദിർഹമായി കുറഞ്ഞിട്ടുണ്ട്. അതായത് 10% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ മിനിമം നിരക്ക് 12 ദിർഹം എന്ന മാറ്റമില്ലാതെ തുടരുമെന്നും RTA വ്യക്തമാക്കി. പുതിയ താരിഫ് അനുസരിച്ച് ദുബായ് മറീനയിൽ നിന്ന് ഡൗൺ ടൗൺ ദുബായിലേക്കുള്ള 20 കിലോമീറ്റർ യാത്രയ്ക്ക് 5 ദിർഹം കുറവ് വരും. ടാക്സികൾക്കുള്ള പുതിയ താരിഫ് ഇതിനകം നിലവിൽ വന്നതായും 2 മാസത്തിലൊരിക്കൽ ടാക്സി താരിഫിന്റെ വില പെട്രോൾ വിലയ്ക്ക് അനുസൃതമായി പരിഷ്കരിക്കുകയും ചെയ്യാൻ അതോറിറ്റി പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.